ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വെജിറ്റബിൾ മാർക്കറ്റായ നമ്മളെ മഞ്ചേരി മാർക്കറ്റിന്റെ വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുക. എൻ്റെ കൂടെ അനീസ് ഉണ്ട്, നമ്മളെ ചങ്ക് യാസറുണ്ട്, നമ്മുടെ വേറെ ആളുണ്ട്, ഇക്ബാലുണ്ട്. മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണിട്ടോ. നമ്മളെ മഞ്ചേരി മാർക്കറ്റ് അതിരാവിലെ 2:30 മണിക്ക് ഓപ്പൺ ആവട്ടോ. ഒരു 9-9:30 ആയി കഴിഞ്ഞാൽ ഏകദേശമൊക്കെ പച്ചക്കറി കഴിയും. പിന്നെ ചെറുവണ്ടികളുടെ തിരക്കാണ്. ഇത് രാവിലെ വലിയ അങ്ങനത്തെ വലിയ വലിയ വണ്ടി ലോറികളിലൊക്കെ സാധനം കയറ്റി പോകും. പല നാട്ടുകൾക്കും കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇവിടുന്ന് പച്ചക്കറി കയറ്റി പോകുന്നുണ്ടോ. സത്രത്തിൽ നിന്ന് നേരിട്ട് പച്ചക്കറി ഇറക്കണ പഴയ കുറെ പഴക്കം ചെന്ന മാർക്കറ്റാണ്. മാർക്കറ്റ് മെയിൻ എൻട്രി ആണ്. ഇവിടെ കച്ചവടം പുതിയ ഒരു കടയാണ്. ഇവിടെ വാഴപ്പലകറുണ്ട്. പിന്നെ ഇങ്ങനെ പോയിട്ട് നല്ല ഐറ്റം മാങ്ങി ഇവിടെ കിട്ടും അല്ലേ? കൈപ്പങ്ങി ഉണ്ടോ? നല്ല ഐറ്റം കൈപ്പങ്ങി മാങ്ങി എല്ലാം ഉണ്ട്. കടച്ചക്ക, ഇതൊക്കെ കടച്ചക്ക ചക്ക, നല്ല നീലം മാങ്ങ, വില കുറവില്. ഈ സാധനം ഉണ്ടോ കടച്ചക്ക? കടച്ചക്ക എത്ര വില? 55 റുപ്യ. 55 റുപ്യ കിലോ. ഇത് കടച്ചക്കന്റെ കാക്കാട്ടോ. ഏകദേശം സാധനം കഴിഞ്ഞില്ലേ? കടച്ചക്ക ഇവിടെ ഒരാൾ പൊറുക്കണം, പൊറുക്കിക്കൊണ്ടൊക്കെ ഉണ്ട്. മാർക്കറ്റിന്റെ എൻട്രി തന്നെ ഒരു ഇഞ്ചി കടയാണ്. വേറെ ഇഞ്ചി മാത്രം വിൽക്കണ കട. ഇഞ്ചി കണ്ടില്ലേ? ഇഞ്ചി പല ദിവസം പല വിലയൊക്കെ കേട്ടോ. ഇതാണ് ഇഞ്ചിന്റെ ആള്. ഇഞ്ചിയൊക്കെ എത്ര വില? ഇഞ്ചി കഴിഞ്ഞോ? ഇതാണ് ഇഞ്ചി. ഈ കടയൊക്കെ 3 മണിക്ക് ഉറക്കൂലേ? ഇതൊക്കെ 3 മണിക്ക് ഓപ്പണിംഗ് ആണ്. അപ്പൊ ഏകദേശം കഴിഞ്ഞിക്കണ്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നല്ല അടിപൊളി ഇഞ്ചിയാണ് ഇവിടെ. ഇത് കേസിലെ മെയിൻ പണിക്കാരനാണിത്. ടോപ്പ് പണിക്കാരനാണ് അല്ലേ? മത്തന് ഭയങ്കര തിരക്കാണ്. ഇത് ഇവിടുത്തെ മലയാളി, കേസിലെ മലയാളി. ഇത് കേസിലെ മലയാളി, മലയാളി പണിക്കാരനൊക്കെ തന്നെ. ഇത് ഏകേസിന് റേറ്റർ, മെയിൻ റേറ്റർ ആട്ടോ ഏകേസിന്റെ. ഇവിടെ കുറെ പണിക്കാരിന്ന് ചായയും കുടിച്ചോണ്ട് ഇവിടെ ആ ഗ്യാപ്പില്. ഷാർപ്പ് ചായ കുടിച്ചാ ജയിലെന്താ നടക്കണ്? നിങ്ങൾ ചാടിച്ചിട്ടുണ്ടോ? ഇതാണ് ഏക്കേസ് കേട്ടോ. ഞാൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. 5:30 ആയില്ലേ? അപ്പൊ ഏകദേശം തീർന്നു പോയിട്ടുണ്ട്. ഇതാണ് ഏക്കേസ്. നാടൻ സാധനങ്ങൾ മാത്രം കിട്ടുന്ന കട അല്ലേ? നാടൻ സാധനം ഫുള്ള് നാടനാട്ടോ. നാടൻ ഓലോണ്ട് കെട്ടി ഉണ്ടല്ലേ? ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ചരങ്ങ, പരളങ്ങയൊക്കെ നാടനാണ്. അതേമാതിരി സിലന്റ്, നേന്ത്രപ്പഴൊക്കെ അവിടെ കിട്ടും. ഇത് ആവിന്റെ കട. അടുത്തത് നമ്മളെ ആവിന്റെ കട. CKNS കക്കരിയോ? കക്കരി അച്ചായന് കക്കരിയാണ് ഏറ്റവും വില കുറവ്. അതെല്ലാരും കൊണ്ടു അല്ലേ? കക്കരി വില അമ്മി. ബാക്കിയുള്ള പച്ചക്കറിക്ക് നല്ല വിലയാണ്. വില കൂടിയാണ്. ഇനി കുറയില്ല, കുറഞ്ഞു വരും. റേറ്റർ ഭയങ്കര തിരക്കിലാട്ടോ. പോട്ടർമാർ റേറ്ററാണ്. ഭയങ്കര തിരക്കിലാണ്. ഇവിടെ വന്ന് ചാക്കി ഏറ്റി കൊണ്ടുപോയിട്ട് വണ്ടി കൊണ്ടുപോയിട്ടാൽ ഇവിടെ വന്ന് പറയും ഏത് വണ്ടിയിലെ കൊണ്ടുപോയിട്ട്. എന്നിട്ട് ഒന്നായിട്ട് പൈസ വാങ്ങും. ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്ക് ഓരോ പേജിൽ ഇങ്ങനെ എഴുതിക്കൊണ്ട് ഭയങ്കര തിരക്കാണ്. കേട്ടോ വിളിച്ചറിഞ്ഞു കുഞ്ഞാക്കത്താണ് ഒരു പിടിച്ചു. ഇവിടെ കുറെ പോട്ടർമാരുണ്ട് കേട്ടോ. അതൊക്കെ പോട്ടർമാരാണ്. സാധനം ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മല്ലിച്ചപ്പ്, പുതിന, കരിവേപ്പിൻ്റെ എല്ലാം ഉള്ള കടയാണ്. ഏകദേശം കഴിഞ്ഞുകൊണ്ടോ 5:30 ആയിക്കണ്. ഒരു 3:30 തുടങ്ങി. 3 മണിക്ക് തുടങ്ങിയാണ്. അപ്പോൾ ഏകദേശം 3 മണിക്ക് തുടങ്ങിയാണ്. 3 മണിക്ക് ഓപ്പണിങ് എല്ലാ കടയും. അപ്പോൾ ഏകദേശം സാധനം കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഇനി കുറച്ച് ആൾക്കാർക്ക് കെട്ടാണ്ടാവും. അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പിക്ക ഇത് ചേമ്പ കണ്ടോ? ബജിമുളക്. ഇവിടെ വെറൈറ്റി ബജിമുളകാണ്. ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയന്, കളർ ക്യാപ്സിക്ക, പിന്നെ സെല്ലറി, അങ്ങനെ എല്ലാ സംഭവം വെറൈറ്റി ഒക്കെ ഉണ്ട്. ഇതെന്താണ്?
കസ് ലച്ചൂസ് ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ വെറൈറ്റി പച്ചക്കറിയും ഇവിടെ കിട്ടും അല്ലേ? ഇത് ബ്രൂക്കോളി. ജലീലാക്കാന്റെ കടയിൽ നല്ല ചെറുള്ളി ഉണ്ട്. ഇതാട്ടോ അതിന്റെ കടന്റെ മുതലാളിയാണ്. നല്ല എക്സ്പോർട്ട് ഐറ്റം ചെറുള്ളി. ഇത്ര വലുപ്പമുള്ള ചെറുള്ളി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ നല്ല എക്സ്പോർട്ട് ഐറ്റം പച്ചക്കറികളുള്ള കടയാണ്. നമ്മളെ മഞ്ചേരി മാർക്കറ്റിൽ വന്നാല് എല്ലാ വെറൈറ്റി പച്ചക്കറികളും കിട്ടും. കണ്ടില്ലേ? ഇത്ര ക്വാളിറ്റി ഉള്ള ചെറുള്ളികൾ കണ്ടുക്കണം. അടിപൊളി ചെറുള്ളി. ഊട്ടിന്ന് ഒരു ലോഡ് ക്യാരറ്റ് കൊടുന്ന് മഞ്ചേരി മാർക്കറ്റിൽ വിൽക്കണ കച്ചവടക്കാരനാട്ടോ നമ്മൾ റൈസ്. അപ്പോ ഏകദേശം കഴിഞ്ഞിട്ട് 2 ചാക്ക് കൂടി ഉള്ളൂ അല്ലേ? ഒരു ലോഡ് ഫുള്ള് ഉണ്ടായിരുന്നു, അത് ഫുള്ള് കഴിഞ്ഞാണ്. അപ്പോ 2 ചാക്ക് കൂടി ഉള്ളൂ. ലാസ്റ്റ് 2 ചാക്കുള്ളൂ. ചില്ലറയും ഹോൾസെയിലും കൊടുക്കുന്നുണ്ട്. ഇതേപോലെ 5 കിലോ 10 കിലോ കൊടുക്കും, ചാക്ക് കണക്കിന് കൊടുക്കും. 6 മണിയായപ്പോ ഏകദേശം കഴിഞ്ഞു. ഇത് KTS പറഞ്ഞ ബാപ്പുവിന്റെ കടയാണ്. ബാപ്പുവിന്റെ മെയിൻ പണിക്കാരനാണ് ചക്ക. ചക്ക ഇവിടെ വീട്ടോട്ട് പെറുക്കാട്ടോ. ചക്കക്ക് പണി വീട്ടോട്ട് പെറുക്കി ചക്കാക്കാണ്. ഇതാണ് മെയിൻ പണിക്കാരൻ. മോറ നാട്ടിക്ക സാറേക്കണം. ഇതാണ് ബാപ്പു, നമ്മളെ KTS മുതലാളിയാണ്. മോനെ കുപ്പായ കഴിച്ചിട്ട് ഇറങ്ങിക്കാണ്. ബനിയൻ പറഞ്ഞിക്കാണ്. ഒരു കച്ചവടം ഏകദേശം പച്ചക്കറി കഴിഞ്ഞിട്ടുണ്ടോ. ഇതൊക്കെ സാധനം വന്നത് കുറെ വണ്ടി കെട്ടി പോവാണ്. ഇത് പിന്നെ അന്ത്രോനാണ്. അന്ത്രോൻ വണ്ടി ലോഡാക്കിയാണ്ട് പോകാനുള്ള പരിപാടിയാണ്. കഴിഞ്ഞോ പോവാ? പോയി കെട്ട് പോവാണ്. എന്താ മറ്റുള്ള ഭയങ്കര കെട്ടലിലാണ്. ഇതോടെ നിങ്ങളവിടെ സ്ഥലം? നിങ്ങളവിടെ പോവാ? ലോഡായോ? ഇത് വെളുത്തുള്ളി കട. വെളുത്തുള്ളിന്റെ കടയാണ്. വെളുത്തുള്ളി മാത്രം. നമ്മൾ കബീറാക്കാന്റെ വെളുത്തുള്ളി കട. അടുത്തത് SRന്റെ ചെറുള്ളി, ഇഞ്ചി, വേറെ വെളുത്തുള്ളിന്റെ കട. കേങ്ങിന്റെ കട. AKSR മെയിൻ കേങ്ങാണല്ലേ? മെയിൻ കേങ്ങിന്റെ കട. ഇവിടെ പുതിയ ലെമൺ കട, നമ്മളെ ലെമൺ. ഇതാ മുതലാളി. പുതിയ നാരങ്ങ കടയാണ്. ഇഞ്ചി നാരങ്ങയൊക്കെ ഉണ്ട്. തന്നെ പയക്കോല കട. നേന്ത്രപ്പായം, മൈസൂർ പായം, എല്ലാ ഐറ്റം മൈസൂർ പായം കിട്ടും. ഇതായത് നമ്മളെ ചെറുക്കനാണ്. ഉണ്ട് സാറല്ലേ? ഇവരാണ് മാർക്കറ്റിൽ സാധനം കൊണ്ടു കൊടുക്കുന്നത്. മലയാളിയാണ്. മലയാളി ആളാപ്പയാണ്. പക്ഷെ ഓൻ എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ. കാരണം ഓനൊന്നും സംസാരിക്കാൻ കഴിയില്ലെങ്കിലും എല്ലാം അറിയും. കണ്ടില്ലേ? ആംഗിവാസിയിലാണ് കച്ചവടം ചെയ്യുന്നത് ഇവിടെ അല്ലേ? എല്ലാം മനസ്സിലാവും. ഓന് പറഞ്ഞൊക്കെ മനസ്സിലാവില്ലേ? കണ്ടോ? ഓന് പറഞ്ഞു കൊടുക്കണം. സംസാരിക്കാൻ കഴിയില്ല, ആക്ഷൻ കാട്ടി കൊടുത്താൽ മനസ്സിലാവും. ഇവിടെ കച്ചവടക്കാർക്ക് ഓനെ പരിചയമാണ്. കണ്ടില്ലേ? ഉണ്ട് കച്ചവടം കണ്ട്. സാറല്ലേ ചാടിച്ചോ? ചാടിച്ചില്ല? തിന്നിട്ട് കച്ചവടം ചെയ്യുന്ന കേട്ടോ. തന്നെ കഥ അത് കൊടുക്ക്. തന്നെ നമ്മളെ സിയാബിന്റെ നേന്ത്രപ്പഴം, മൈസൂർ പായക്കുള്ളൊരു കട. അതാണ് സിയാബ് കേട്ടോ. ഇതാണ് മുതലാളി. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അപ്പൊ ഒക്കെ ഏകദേശം തിരക്ക് കഴിഞ്ഞിട്ടാണ്. പയക്കൊലൊക്കെ നട്ടിട്ടുണ്ട്. ഇഷ്ടംപോലുണ്ട്. കൂട്ടിലുണ്ട്. അതേപോലെ ഇവിടെ ഉണ്ട്. ഈ സൈഡൊക്കെ മൊത്തം പയക്കൊലകളാട്ടോ. ഇത് പയക്കൊലാണ്. പിന്നെ KC കമ്പനി. KC കേട്ടോ. ഇങ്ങനെ പിടിച്ചെടുത്ത് കൊടുക്കാണ്. അനീസ് ഭയങ്കര തിരക്കിലാണ്. മെയിൻ പണിക്കാരനാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. കുട്ടിമാൻ കത്രികായ് KC മെയിൻ പണിക്കാരനാണ് കേട്ടോ. യാസർ ഞാനും റേറ്ററാണ് ഇവിടുത്തെ. വെളുത്തുള്ളി KNS കമ്പനിയാണോ? കമ്പനിയിലെ മെയിൻ പണിക്കാരെ കാണിച്ചുതരാം. അതൊരു മെയിൻ പണിക്കാരന്. ഇതൊരു മെയിൻ പണിക്കാരനാണ്. ഇത് 2 ജിമ്മന്മാരുണ്ട് ഇവിടെ. രണ്ടാളും തമ്മിൽ മത്സരമാണ്. ആരാണ് മസിൽ കൂടുതൽ അവർ മത്സരിക്കുക. അല്ലാതെ ചാക്ക് എത്ര കൂടുതൽ കുടിച്ചിട്ടെന്നല്ല മത്സരിക്കുന്നതാ. അടുത്തൊരു ജിമ്മ എന്താ ഭയങ്കര തിരക്കിലാണ്. അരിയിൽ ചാക്ക് കെറ്റിയാണ് നിൽക്കണത്. ഭയങ്കര പണിക്കാരനാണ് അല്ലേ? ആൾക്കാർക്ക് നല്ല സാധനം തന്നെ കൊടുക്കുള്ളൂ. അവിടെ ചെറിയൊരു പൊട്ടുള്ള വരെ ഒഴിവാക്കി കൊണ്ടിരിക്കാം. അടുത്ത പണിക്കാരെന്താ? മെയിൻ പണിക്കാരൻ. ഒക്കെ മെയിൻ പണിക്കാരാട്ടോ ഇവിടെ ഉള്ളത്. വണ്ടിക്ക് കയറ്റി പോയിക്കോട്ട് കഴിഞ്ഞു. ഏകദേശം കഴിഞ്ഞതാ. ഏകദേശം കാലിയായി. 6 മണി ആയിട്ടോ. 6 മണിയായപ്പോ മാർക്കറ്റ് ഏകദേശം കാലി. ചെറിയ മാങ്ങ എത്തി തന്ന രാവിലെ തന്നെ.
മാങ്ങ എത്തിയ തന്നെ പൗത്താങ്ങ എത്തി കൊടുക്ക തിന്ന. അപ്പൊ മൂപ്പര കട കേട്ടോ. തിരക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 6 മണി കഴിയും. അപ്പൊ തിരക്ക് കഴിഞ്ഞു. അല്ലേ നാട്ടിൽ നിന്ന് നടക്കാൻ വന്നാണ് നമ്മളെ ചെറുക്കന്. അപ്പൊ അതാ ക്യാറ്റ് ഇങ്ങനെ ചെരിഞ്ഞ് ചാക്കിലായിക്കൊണ്ടിരിക്കും. ഈ കവറിലാക്കി ഇങ്ങനെ കൊടുക്കുക. മുത്തൂസ് ഇത് നമ്മളെ KCM ആണ്. ഏകദേശം തിരക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ചാക്കൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുത്തി ഡിസ്പ്ലേ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി വെളുത്തുള്ളി ഒക്കെ അല്ലേ. ഉള്ളി ഇങ്ങനെ അട്ടിട്ട് കൊണ്ടുപോകണം. ഇഷ്ടം പോലെ ഉള്ളിയൊക്കെ ഉണ്ട്. വേറെ പച്ചക്കറികളൊക്കെ ഏകദേശം കഴിഞ്ഞ് 6 മണി ആയിക്കണം. 3 മണിക്ക് തുടങ്ങിയല്ലേ. എത്രയാണ് ഈ സാധനം? ഇതമ്മ മെയിൻ റേറ്റർ കേട്ടോ. ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. മുളകൊക്കെ ഉള്ളൂ അല്ലേ. ഏകദേശം കഴിഞ്ഞു. ബീൻസ് വില കൂടിയ സാധനങ്ങളൊക്കെ ബാക്കി എല്ലാ ഐറ്റംസും. നമ്മളെ കുട്ടിയാപ്പൂന്റെ കട കേട്ടോ. ഇപ്പൊ സാധനം എടുക്കാൻ വന്നല്ല നിങ്ങള്. നിങ്ങൾ ഇവിടുത്തെ പണിക്കാരനാണ്, മെയിൻ പണിക്കാരനാട്ടോ. മുമ്പ് ഇവിടുത്തെ മെയിൻ പണിക്കാരനാണ്. കണ്ടില്ലേ നല്ല ബീൻസ് ഒക്കെ ഉണ്ട്. നിറയെ സാധനമുണ്ട്. ഇഷ്ടംപോലെ സാധനമുണ്ട്. ഇപ്പൊ 3 മണിക്ക് തുടങ്ങിയ മാർക്കറ്റാണ്. ഇപ്പൊ 6 മണിയായപ്പോ തന്നെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടോ. എന്റെ മുതലാളി ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ചാക്ക് പിടിച്ചാൽ റെഡി ആയിരിക്കാണ്. അടുത്ത മുതലാളി ഇവിടെ പൈസ വാങ്ങാൻ റെഡി ആയിരിക്കണം. ഇതാ റേറ്റർ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇതൊക്കെ റെഡിയാണ്. അച്ചായൻ അവിടെ ചായ കുടിച്ച. അച്ചായ അതിന്റെ അടി ചായ കുടിച്ചാണ് കച്ചവടത്തിന്റെ അടി. നമ്മളെ ജസീറലി നല്ല ശക്തമായ പോട്ടറാണ്. ഇവിടെ ഏത് ചാക്കണേലും വന്ന് കയറ്റും. അതിന് റെഡിയായി കയറ്റാൻ വേണ്ടി റെഡിയായി നിൽക്കാണ്. ഇതാ അടുത്ത ആളിതാ പച്ച സാധനങ്ങൾ വെക്കാണ്. സുഹൈല് കുട്ടൂന്റെ കട അതാ ഇവിടെ കട. ഇതാണ് കുട്ടൂന്റെ കട കേട്ടോ. നമ്മളെ KCM-ലെ ആബിന്റെ കടയാണിത്. ആബി റെഡി ആയി നിൽക്കാണ്. റെഡി ആയി ആള് വന്നാ അപ്പൊ കൊടുക്കാൻ വേണ്ടി ഏകദേശം തിരക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചായ എന്നാ പെരീന്ന് കൊടുന്ന ഉണ്ടി ചായ കുടിച്ചിന്. കുട്ടൊക്കെ ഉണ്ടാക്കി കൊടുന്നാണ്. തിരക്ക് കഴിഞ്ഞപ്പോ ചായ പെരീന്ന് കൊടുന്ന കേട്ടോ. ഒക്കെ ക്ലാസ്സിൽ ചായയും ആണോ. വീട്ടിൽ നിന്ന് കടി കൊടുക്കുന്നുണ്ട്. കഴിച്ചു കൊടുക്കുക. നമ്മളെ MKM ഇപ്പൊ ഏകദേശം പച്ചക്കറികൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും കാബേജ്, ഫ്ലവർ, ഉള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ഉണ്ട്. ഇതാണ് MKM. ഇതാണ് മുതലാളി കേട്ടോ. MKM-ന്റെ മുതലാളിയാണ്. ഇവിടെ ചാക്കില് പിന്നെ ഉരുളക്കിഴങ്ങ് തെരഞ്ഞുകൊണ്ട് നിൽക്കണു ഒരാള്. ഇപ്പൊ തിരക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏം പച്ചക്കറി പച്ചക്കറിയൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കണം. എന്നാലും നമ്മളെ മുതലാളി അവിടെ ഇരിക്കുന്നുണ്ട്. എന്താ സ്ഥിതി? കഴിഞ്ഞോ? കച്ചവടം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ് കുറച്ചുകൂടി ഉള്ളൂ തീരാൻ. ഓക്കെ, ഏകദേശം തീർന്നു കേട്ടോ പച്ചക്കറിയൊക്കെ. നമ്മളെ മാർക്കറ്റിലെ പഴയ കച്ചവടമാണ് AMH. അപ്പോൾ അവിടെ 5 കിലോന് 10 കിലോ 20 കിലോന് ചാക്ക് അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുതലാളി ചാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഉരുളക്കിഴങ്ങൊക്കെ. അതവിടെ ലോഡ് കയറ്റാൻ വണ്ടി വന്ന് നിൽക്കുകയാണ്. ചെറിയ ഓട്ടോറിക്ഷയൊക്കെ വന്നിട്ട് സാധനം കയറ്റും. അപ്പോൾ അതിന് വാട്ടർ ചാക്ക് ആയിട്ട് വരുന്നുണ്ട്. പിടിച്ച് വാട്ടർ ചാക്കായിട്ട് വരുന്നുണ്ട്. ഇവിടെ മത്തന്, കുമ്പളങ്ങ എല്ലാം ഉണ്ട്. സാധനം കൊടുക്കണമെന്നും പൈസ വാങ്ങണമെന്നൊക്കെ മുതലാളിമാരട്ടോ. ഒരു മുതലാളി ഇതാണ്, ഒരു മുതലാളി അതാണ്, ഒരു മുതലാളി അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ റേറ്റർ ഉണ്ട്. പൈസ അങ്ങനെ റെഡി ആയിക്കണു. ഒക്കെ നല്ല തിരക്കിലാണ്ടോ. ബില്ല് എഴുതിക്കൊണ്ടിരിക്കാണ്. പയറിപ്പോ വന്നോട്ടോ. പാവിന്റെ പിടിയിൽ പയർ വന്നു. നാടൻ പയർ. നാടൻ പയറാ. പയർ എത്ര വില? 50 റുപ്യ. നാടൻ പയർ പാളി കെട്ടിയല്ലേ വരില്ലേ? പാളമ്മേ പാള കിട്ടാല്ല. അപ്പൊ ചാക്കാക്കി തന്നാ ചാക്ക് മാറി പോവാ. കുഞ്ഞുമാനുണ്ട്. മാർക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ കുഞ്ഞുമാൻ പറയും. കുഞ്ഞുമാനെ
എന്താ കഥ മാർക്കറ്റില്? മഴയാണ്. മഴ വില കൂടുതലാണ്. വില കൂടുതലാണ്. കുറച്ച് കുറഞ്ഞു. മഴ ആയതുകൊണ്ട് റേറ്റ് കുറഞ്ഞു. ഡൗണാണ്, ചടപ്പാണ്. കാരണം ജനങ്ങളും പുറത്തിറങ്ങുള്ള വാങ്ങുള്ള ഇപ്പൊ കിട്ടുന്ന വിലക്ക് കൊടുക്കണെന്നാണ്. നഷ്ട കച്ചവടമാണ്. അത് നോക്കിയില്ല, കച്ചവടം പിടിച്ചിട്ട് കച്ചവടം ചെയ്യണ്ടേ? ഇപ്പത്തെ കച്ചവടം നോക്കണ്ട. പൊതുവെ പേപ്പറിലും വരുന്ന മാതിരി വില ഇല്ല. പേപ്പറിലൊക്കെ വെറുതെ വില അടിച്ച് വിടാനുള്ളൂ. അത്രത്തോളം വില ഒന്നും മാർക്കറ്റുകളിൽ ഇല്ല. ഇപ്പൊ മൈസൂർ എടുക്കില്ലേറെ 2-3-4 റുപ്യ കമ്പിക്ക് കൊടുക്കും. ചോദിക്കും ജനങ്ങള് ഇതെന്താ നഷ്ട കച്ചവടം ചെയ്യണോ? കച്ചവടം അങ്ങനെയാണ്. ചില സമയങ്ങൾ നഷ്ടത്തിന് കച്ചവടം ചെയ്യും, ചില സമയങ്ങൾ ലാഭത്തിന് നോക്കണം. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ രാത്രിയിൽ ഉറപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യണം കച്ചവടം. ആ ജനങ്ങൾ പച്ചക്കറി ബസീറാക്കാനാണ്. ഇതവിടെ റേറ്റിലാണ് ഇവിടെ നാരങ്ങയൊക്കെ കൊടുക്കണം. ഇതാ ബസീറാക്ക. ഇതാണ് ബസീറാക്ക. ബസീറാക്ക ഭയങ്കര തിരക്കിലാട്ടോ. മെയിൻ പണിക്കാനാണ് കുഞ്ഞയമ്പ് ഇവിടുത്തെ. വിവിധ മെയിൻ പണിക്കാരാണ്. ഇതിവിടെ വണ്ടി സർവീസ്. ഈ വണ്ടിയിൽ സാധനം എവിടെ എത്തിച്ചു കൊടുക്കും. ഇതൊക്കെ AMK അല്ലേ? AMK വെജിറ്റബിൾസ്. ഇതാ മെയിൻ പണിക്കാനാണ് നെല്ലിക്കുത്ത് ബാബു. ബാബുവാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നോക്കണേ. ഗൾഫിൽ നിന്ന് നേരിട്ട് വന്നേക്കാ. ഇവിടെ AMK തുടങ്ങിയാണപ്പോ ഇതിന്. ഏകദേശം സാധനം കഴിഞ്ഞു അല്ലേ? ക്ലിയറായി. ഞാനും ക്ലിയറായി. റേറ്റർ ഇത് നാടൻ പച്ചക്കറികൾ കിട്ടുന്ന കടയാണ്. RVS. ഇതാണ് മലയാളി. ഇപ്പൊ നാടൻ കറിയൊക്കെ കഴിഞ്ഞിന്. വെണ്ടക്ക ഒക്കെ ഉണ്ട്. ഇനി പച്ചക്കറികൾ കഴിഞ്ഞ് കുറച്ച് വരാനുണ്ട്. വന്നാൽ കഴിഞ്ഞു. MKV വായക്കൊല, സെക്കൻഡ് വായക്കൊല, ഫസ്റ്റ് എല്ലാ നേന്ത്രപ്പഴങ്ങളും ഇല്ലേ? നേന്ത്രപ്പഴങ്ങൾ മാത്രം. എല്ലാ ഐറ്റം നേന്ത്രപ്പഴം ഉണ്ട്. പച്ച കരിയാണ്, പച്ചയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. നേന്ത്രപ്പഴങ്ങളാട്ടോ ഇവിടെ. നിറയെ നേന്ത്രപ്പഴങ്ങളുണ്ട്. ഇത് KC കമ്പനി. അജ്മലെല്ലാം ഉഷാറാക്കി വെക്കുന്നുണ്ട്. പച്ചക്കറി അല്ല ഇവിടെ കച്ചവടമായി കൊണ്ടിരിക്കുകയാണ്. കുട്ടിമ്മ വില കുറച്ച് പറയുമ്പോൾ വില കൂട്ടി പറയും. വില ഉറപ്പിച്ച് നോക്കി നിന്നിട്ട് കാര്യമില്ല. സാധനം മേടിച്ചോണ്ടാ ഒരു ചാക്ക്. എല്ലാവരും ചാക്ക് കൊണ്ടേക്കോ. റേറ്റാണ് നമ്മളെ സക്കീർ. ഉള്ള സക്കീർ ചന്ദ്രൻ. അങ്ങനെ ലോഡ് കയറ്റിക്കൊണ്ട് കേട്ടോ. അങ്ങനെ എഴുതുക, അതാണ് പണി. ഇത് നമ്മളെ KCK KCKാണ്. KCKതാ നമ്മളെ ഉള്ളി, വെല്ലുള്ളി എല്ലാവരും ഉണ്ട്. ഞാൻ പോയൊക്കെ കോഴ്സൊക്കെ കാട്ടിയിട്ടേക്ക്. അതാ മലയാളി വേണ്ട അത്തപ്പാജി കേട്ടോ സാറല്ലേ. നമ്മൾ കുഞ്ഞാക്ക അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ കുഞ്ഞാക്ക കുഞ്ഞാക്ക ഇരിക്കുന്നുണ്ട്. ഉള്ളിച്ചാക്ക് നമ്മളെ 2 റൈറ്റർമാര്. അത് മലയാളി കുട്ടിയാട്ടോ റൈറ്റർ. ഇതാ നമ്മളെ ഫോട്ടോ അവിടെ ഉണ്ട്. വല്യുള്ളിന്റെ അട്ടിയ ലോഡാണ് കാണുന്നത്. കണ്ടില്ലേ? സിറാജ് ഇങ്ങനെ അട്ടി കയറ്റിക്കൊണ്ടിരിക്ക. സിറാജ് സുനീർ ആണ്. അട്ടിമാശാണ്. കുഞ്ഞാക്ക ഉണ്ട്. ചാക്കിന്റെ അട്ടിന്റെ മുകളിൽ കുത്തിറക്കണ് ഉള്ളിച്ചാക്ക്. രാജാണ് ഇവിടുത്തെ മെയിൻ കേട്ടോ. മെയിൻ പണിക്കാനാണ്. കുഞ്ഞാക്ക ഒരു 20 ചാക്ക് ഉള്ളി. 20 ചാക്ക് ഉള്ളിയാണ് കുഞ്ഞാക്ക ആയിട്ടുണ്ടോ. അതാണ് കുഞ്ഞാക്ക. 20 ചാക്ക് വല്യുള്ളി ഉണ്ട്. വണ്ടി നിറച്ചു കൊണ്ടുപോകും. അരീക്കോട് കുഞ്ഞാക്ക മൂപ്പരല്ലേ ഇതിന് ഫേമസ് ആണ്. ഈ കമ്പനിയിൽ എല്ലാ പച്ചക്കറിയും ഉണ്ട് കേട്ടോ. അതാ കത്തിരിക്കായ്, വഴുതന, ബീൻസ്, ചപ്പ്, ഉരുളക്കിഴങ്ങ് എല്ലാം ആയിട്ടുണ്ട്. ചക്കരക്കിഴങ്ങ് എല്ലാം ഉണ്ട്. സൂപ്പർ പച്ചക്കറി, എല്ലാ അടിപൊളി പച്ചക്കറി. ഇതാ ചെറിയ മാങ്ങ അല്ലത്, ചെറിയ നീലം മാങ്ങ ഒക്കെ ഉണ്ട്. ഇത് നമ്മളെ EMV വെണ്ടക്ക, നാടൻ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാ സുക്കൂറും. 2 ആൾക്കാർ റെഡി ആയി നിൽക്കുക. ആരും വന്ന സാധനം ഏകദേശം സാധനം കഴിഞ്ഞിട്ടുണ്ടോ. ചക്കരക്കിഴങ്ങ്, ചേമ്പ്, നാടൻ ചേമ്പൊക്കെ ഉണ്ട്. നാടൻ ചിരങ്ങ, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതാണ് EMV.
തട്ടേങ്ങൽ സംസാക്കാം എല്ലാവരും പരിചയം തട്ടേങ്ങൽ സംസാക്കാം പച്ചക്കറി എടുക്കാൻ വേണ്ടി വന്നേക്കാണ് അല്ലേ പച്ചക്കറി എടുത്തുകൊണ്ടിരിക്കാണ് സാഫിനായിട്ട് വിലൊക്കെ ആയിട്ട് ഇങ്ങനെ തെറ്റി നിൽക്കാണ് കിട്ടുന്ന വിലക്ക് കൊടുക്കുക ആപ്പിയെ അയാൾ കൊണ്ടേക്കോട്ടെ വില പറഞ്ഞിട്ട് വെക്കണില്ല അപ്പൊ കാറ്റിന്റെ ചാക്കിന്റെ മുന്നിലാണ് അയാൾ നിൽക്കുന്നത് വെണ്ടക്ക ഏതായാലും 2 ചാക്കാക്കാൻ പറഞ്ഞു 2 മുറിച്ചാക്ക് അല്ലേ സംസാക്ക് വേഗം കൊടുക്കി നമ്മളെ മാർക്കറ്റിലെ ഡ്രീം ലാൻഡ് പലചരക്ക് സാധനങ്ങളെല്ലാം ആയിട്ടുണ്ട് നക്കീമിന്റെ കട മാർക്കറ്റിലുള്ള 2 കടകളിൽ പെട്ടൊരു കടയാണിത് പലചരക്ക് കട എല്ലാ ഐറ്റം പലർക്കും ഇവിടെ കിട്ടും പലചരക്ക് ഐറ്റം സാധനങ്ങൾ അച്ചാറ് ഒക്കെ ഹോൾസെയിൽ കേട്ടോ റീറ്റെയിൽ ഇല്ലല്ലോ ഇനി മാർക്കറ്റിൽ റീറ്റെയിലിന്റെ പരിപാടിയല്ല ഒക്കെ ഹോൾസെയിൽ കണ്ടി സാധനം കണ്ടവരില്ല ഇഷ്ടം പോലെ സാധനമാണ് ഗോഡൌണിൽ മാറിയുണ്ട് ഇഷ്ടം പോലെ RVS മെയിൻ പണിക്കാൻ നാടൻ വേണ്ട തൂക്കിക്കൊണ്ട് കേട്ടോ അപ്പോക്ക നാടൻ വേണ്ട മാർക്കറ്റിലെ തൊലി കളഞ്ഞ വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ ഡിറ്റർജന്റ് ലെറ്റർ പാടൊക്കെ കിട്ടുന്ന കടയാണ് നമ്മൾ ഗബീറാക്കാന്റെ കട ഗബീറാക്കാൻ അന്തോ അങ്ങനെ നിൽക്കാണ് സോപ്പ് സാബുനൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ KCA പച്ചക്കറിയാണ് വെജിറ്റബിൾസ് പൈസലാക്കാണ് പിന്നെ മുമ്പേ കാനോലുണ്ട് അതിനൊക്കെ പച്ചക്കറിയൊക്കെ ഏകദേശം കഴിഞ്ഞാണ് തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴേ നമ്മൾ എടുത്തിട്ടോ പച്ചക്കറി ഇഷ്ടം പോലെ ഏകദേശം കഴിഞ്ഞാണ് സാധനം എന്നാലും നമ്മളത് വീഡിയോ എടുത്തോളൂ കണ്ട് എല്ലാ ഐറ്റം പച്ചക്കറി ഉണ്ട് ഇവരൊക്കെയാണ് മാർക്കറ്റിലെ പൊട്ടന്മാർ കേട്ടോ രാവിലെ 2:30 വന്നു വിലക്കെ ഇപ്പോഴും ചാക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ചാക്ക് കയറ്റി പോവാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം സംസാരിക്കാൻ ടൈം കിട്ടിയപ്പോഴേ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇതുവരെ എനിക്ക് ഒഴിവില്ലേ ഞാൻ കുടിച്ച് വെച്ച് സംസാരിച്ചാണ് എങ്ങനെയുണ്ട് ഉഷാറല്ലേ തിരക്കുണ്ടെന്ന് ഇന്ന് കുറച്ച് തിരക്ക് കമ്മിയാണല്ലേ വെള്ളിയാഴ്ച കൊണ്ട് തിരക്ക് കുറവാണ് ഉണ്ടാവില്ല നാളെ തിരക്കുണ്ടാവും ഞായറാഴ്ച ലീവ് തിങ്കളാഴ്ച തിരക്കുണ്ടാവും മാർക്കറ്റിൽ കുറേ ബേക്കറി ഹോൾസെയിൽ കടകളുണ്ട് ഇത് മാർക്കറ്റിലെ പച്ചക്കറി കടൻ്റെ അടുത്തുള്ള ഒരു ബേക്കറി കടയാണ് ഇതുപോലെ മുകളിലും താഴെയൊക്കെ ഇഷ്ടം പോലെ ബേക്കറി കടകളുണ്ട് കേട്ടോ ഹോൾസെയിലാണ് മുതലല്ലേ കേട്ടത് ഇതവിടുത്തെ റൈറ്റർ പിന്നെ കരുളായിന്ന് പച്ചക്കറി എടുക്കാൻ വന്ന ആളാണ് നമ്മളാളാണ് ജാബർ നമ്മളെ സ്വന്തം ആളാണ് വേണ്ടല്ലേ പുള്ളി ഇങ്ങനെ അട്ടിയിട്ടേക്കാണ് പുള്ളിച്ചാക്കിനെ പിടിച്ചുകൊണ്ടിരിക്കാണ് മഞ്ചേരിയിലെ പലചരക്ക് സാധനമൊക്കെ ഹോൾസെയിൽ കിട്ടുന്ന ഉമ്മത്തൂരാണ് പഴയ കടയാണ് ഉമ്മത്തൂർ മാർക്കറ്റിലെ പലചരക്കടയിൽപ്പെട്ട അതിരാവിലെ 6 മണി അല്ല 5 അതിരാവിലെ ഒരു 4 മണിക്ക് തുറക്കുന്ന കടയിൽപ്പെട്ട കടയാണ് അതിരാവിലെ തുറക്കുന്നത് മലയാളി മാർക്കറ്റിലെ ചായക്കട കേട്ടോ അത് രാവിലെ 2 മണിക്ക് തുറക്കണ ചായക്കടയാണ് ഇപ്പോൾ എല്ലാവരും ചായ അടിച്ചുകൊണ്ടിട്ടുണ്ട് പിന്നെ മാർക്കറ്റ് ആ തലക്കൊക്കെ കണ്ടിട്ടോ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ലോങ് വീഡിയോ ആവും കരുതിയിട്ടാണ് മഴ പെയ്തുകൊണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ മാർക്കറ്റ് ആ ഭാഗത്തേക്ക് ഉണ്ട് പലർക്കടയൊക്കെ ആ ഭാഗത്തേക്കാണ് കുറേ പച്ചക്കറി കടകളൊക്കെ ഉണ്ട് വണ്ടിയിൽ സാധനം ഇങ്ങനെ കയറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണക്കമീൻ കടയാണ് ഇത് PVS പച്ചക്കറി നമ്മളെ ചെറുക്കം മുരിങ്ങാക്കായി ഇങ്ങനെ ചാക്കുന്ന ഇതായിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിലൊക്കെ ആളുണ്ട് പച്ചക്കറികളൊക്കെ ഉണ്ട് എന്താ ചപ്പ് എന്നാക്കടാ ചപ്പ് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതാണ് PVS ഇവിടെ ശരിയാവില്ല നമ്മുടെ കാര്യം മഞ്ചേരത്തെ വായക്കള കട ഇത് നമ്മളെ PTS പച്ചക്കറി എല്ലാ ഐറ്റം പച്ചക്കറികളുണ്ട് വെള്ളരിക്ക എല്ലാ ഐറ്റം നേരത്തെ വെച്ച കേട്ടോ ഇത് നമ്മളെ മലയാളി PTS മലയാളി തിരക്കിലാണ് മലയാളി അവിടുത്തെ മെയിൻ പണിക്കാരനാണ് ഇത് നമ്മളെ ചപ്പ് ഷരീഫിന്റെ ചപ്പിന്റെ കട കേട്ടോ ചപ്പ് ഇങ്ങനെ ചാക്കിലാക്കി ഇങ്ങനെ കൊണ്ടുവയ്ക്കാണ് എല്ലാവർക്കും അയച്ചു കൊണ്ടിരിക്കാണ് ഇതാ എല്ലാം ഉണ്ടോ കേട്ടോ ഇവിടെ മെയിൻ ആളാണ് ഇവിടുത്തെ മെയിനാണ് ഇത് മൊയലാളിയും പണിക്കാരൻ തന്നെ രണ്ടാളും ഒരേമാതിരി നയിച്ച ഇതൊക്കെ സാധനമുണ്ട് മാർക്കറ്റിലെ നാരങ്ങ കട നാരങ്ങ ഹോൾസെയില് നമ്മളെ മാർക്കറ്റിലെ ഏറ്റവും പഴയ
ലെമൺ കട കേട്ടോ, KT ലെമൺ. ഇതാ നമ്മളെ ബാപ്പുട്ടിയാക്കാൻ്റെ കട, ബാപ്പുട്ടിയാക്കാൻ്റെ കടയാണ്. ഇപ്പോൾ ഏകദേശം നാരങ്ങ കഴിഞ്ഞിട്ടുണ്ട്. ലോഡ് കണക്കിന് നാരങ്ങ വരുന്ന കടയാണ്. ഇപ്പോൾ നാരങ്ങ ഏകദേശം കഴിഞ്ഞ ടൈം കുറേ കഴിഞ്ഞിട്ട് നമ്മൾ വീടെടുത്ത് വന്നപ്പോഴത്തേന്. അതാണ് മുതലാളി ബാപ്പുട്ടിയാക്ക. ഇത് TPM വായക്കല കട, മാർക്കറ്റിലെ ഏറ്റവും വലിയ വായക്കല കടയാണ്. അപ്പോൾ ലോഡ് ഇറങ്ങിയില്ല, ലോഡ് ഇറങ്ങണുള്ളൂ അല്ലേ, ലോഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അത് ഇവിടെ ഒരു വണ്ടി വന്ന് കിടക്കുന്നുണ്ട്. ഇത് ഇറക്കാളാണ്, പോട്ടന്മാരെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ വണ്ടികൾ ഇങ്ങനെ ലോഡാക്കിക്കൊണ്ട് കേട്ടോ, കയറ്റിക്കൊണ്ട് നിൽക്കണം. ഒക്കെ വണ്ടിക്ക് സാധനം ഇങ്ങനെ കയറ്റി. പല നാട്ടിൽ നിന്ന് തന്നെ വണ്ടികളാണ്, നിറയെ വണ്ടികളാണ്, ഭയങ്കര ബ്ലോക്കാണ്. മാർക്കരാക്ക ഇവിടെ നിയന്ത്രിക്കുന്നുണ്ടോ, മാർക്കറ്റ് ബ്ലോക്ക് ഉണ്ടായി നിയന്ത്രിക്കുന്ന ആളാണ് ഇത് മാർക്കരാക്ക. ഇതാ വണ്ടി ഇങ്ങനെ ലോഡാക്കിക്കൊണ്ടിരിക്കുക. അല്ലേ ഇട്ടതുകൊണ്ടൊക്കെ ഒരു കാണുന്നുണ്ടാവില്ല. ഓരോ ചെറിയ വണ്ടിക്കും വലിയ വണ്ടിക്കും ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക. 400 വന്ന് നിരന്ന് നിൽക്കുന്നത്. തിരക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് വണ്ടികളും പോകാനുള്ളൂ കേട്ടോ. ഫുള്ള് ചെറുവണ്ടികളാണ്. ഒക്കെ സാധനം കയറ്റാൻ വേണ്ടി പല നാട്ടിൽ നിന്ന് വന്ന വണ്ടികളാണ്. ഒക്കെ വണ്ടികൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കട്ടോ. വണ്ടി കെട്ടിപ്പോയി. ഉള്ള ഗ്യാപ്പിലൊക്കെ വണ്ടികളിലൊക്കെ പോയതാട്ടോ. ഒക്കെ ഞാൻ കെട്ടി പോകാളാണ്. ഇത് ചുങ്കത്തറത്തെ മുതലാളിയാണ്. ഇതൊക്കെ ഓരോ വണ്ടി സാധനം കയറ്റിക്കൊണ്ടതാ. ഈ ഭാഗത്തേക്ക് വന്നാൽ മീൻകട കേട്ടോ, ഉണക്കമീനിൻ്റെ മാർക്കറ്റാണ് ഈ ഭാഗത്ത്. ഇത് ഫുള്ള് ഉണക്കമീനിൻ്റെ മാർക്കറ്റാണ്. അപ്പോൾ ഉണക്കമീനും പച്ചക്കറിയും എല്ലാം ചുങ്കത്തറക്കുള്ള പായക്കള കയറ്റണേ. നമ്മളെ സീക്കൻ്റെ വണ്ടിയാണ്. സീക്കൻ്റെ വണ്ടി ലോഡ് കയറ്റണം. ആർക്കും ഒന്നായിട്ട് ഒന്നിച്ചാ ചക്ക വണ്ടി കയറ്റി സാധനം കയറ്റി കൊടുക്കാം. അങ്ങനെ കയറ്റി കൊടുക്കും. ചക്ക ആകെ ഇറങ്ങാറായിക്കാം. ആ തൂരുള്ള കുട്ടിമാനാട്ടോ. അപ്പോൾ ലോഡ് കയറ്റി റെഡി വണ്ടി. അപ്പോൾ ഈ വണ്ടിയൊക്കെ ഡെയിലി കെട്ടിക്കൊണ്ട് അനീസാണ് കേട്ടോ. അപ്പോൾ നിന്ന് കെട്ടാൻ വേണ്ടി ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. പായൊക്കെ വലിച്ചെട്ടി റെഡിയാക്കി കെട്ടി കൊടുക്കും. ഇവിടുത്തെ പണിക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്. സാധനം എടുത്തു കഴിഞ്ഞാൽ കെട്ടി റെഡിയാക്കി കൊടുക്കലൊക്കെ കൊല പണിയാണ്. ഇത് കെട്ടല അനീസാണ്. ഇത് അടുത്ത ഒരാളിതാ ഇവിടെ കെട്ടി കൊടുക്കണം, നിസാം. നമ്മളെ മാർക്കറ്റിലത്തെ VK പാക്കിംഗ് വേൾഡിൻ്റെ കടയാണിത്. അപ്പോൾ ഇവിടെ നട്ട്സും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പിന്നെ പേപ്പർ ഗ്ലാസ്, കവറുകൾ, എല്ലാ ഐറ്റം സാധനങ്ങളും മഞ്ചേരി മാർക്കറ്റിൽ അതിരാവിലെ 6 മണിക്ക് തുടങ്ങും. അത്തിപ്പഴം ഒക്കെ ഉണ്ട്, ഈത്തപ്പഴങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മളെ മഞ്ചേരി മാർക്കറ്റിൽ 6 മണിക്ക് തുറക്കുന്ന ഒരു കട കേട്ടോ. അത് വൈകുന്നേരം 6 മണി വരെ ഉണ്ടാവില്ലേ കട. എല്ലാ ഐറ്റം കല്യാണത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട്. പ്ലേറ്റും ഗ്ലാസും എല്ലാ ഐറ്റം അല്ലേ. വണ്ടിയും മുന്തിരി ഒക്കെ ചെറീസ് വരെ ഉണ്ട്. പായസേൻ്റെ പൊളിച്ച പായസമാണ് കേട്ടോ പണി നടക്കുക. അപ്പോൾ ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ ആപ്പേൻ്റെ കട, ചില്ലറ കടകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. മാർക്കറ്റിൽ കയറുന്ന അവിടെ തന്നെ അങ്ങനെ ചില്ലറ കടകളാണ്. ഈ 2 സൈഡിലും പച്ചക്കറി ഉണ്ട്. ഇതൊക്കെ ഒരു ചില്ലറ കടയാണ്. ഇവിടെ ഒരു പച്ചക്കറി കട ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ തുടങ്ങുള്ളൂ. ഒരു 7 മണിയാകുമ്പോഴേ ഓപ്പൺ ആവുള്ളൂ. അതുപോലെ തന്നെ ഈ ഭാഗത്ത് മീൻ കട ഉണ്ട്. നമ്മളെ നാട്ടുകാരൻ്റെ മീൻ കടയാണ്. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഇതാ ഒരു മീൻ കട ഉണ്ട്, നമ്മളെ മുതലാളിൻ്റെ മീൻ കടയാണ്. അപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ ഇത് മാർക്കറ്റിൽ കയറുന്ന വഴി, മീൻ മാർക്കറ്റിൽ പോകുന്ന വഴിയാണ്. ഇവിടെ പുളിക്കച്ചവടം സമതാക്കുണ്ട്. ഇവിടെ വേറൊരു പച്ചക്കറി കച്ചവടം ഉണ്ട്. മാർക്കറ്റിൽ കയറുമ്പോൾ തന്നെ ഇത് മീൻ മാർക്കറ്റിൻ്റെ നേരെ പോകുന്ന വഴിൻ്റെ ഓപ്പോസിറ്റിലുള്ള മീൻ കട കേട്ടോ. അക്ബറിൻ്റെ മീൻ കടയാണ്, ഉണക്കമീൻ കടയാണ്. എല്ലാ ഐറ്റം ഉണക്കമീനും ഇവിടെ കിട്ടും. ഇതിലെങ്ങനെ കയറി കഴിഞ്ഞാൽ ഈ ഭാഗത്തൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പൂളക്കച്ചവടം. ഇതെങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ മീൻ മാർക്കറ്റ് കേട്ടോ. ഈ സൈഡിൽ മീനും ഇറച്ചിക്കുള്ള മാർക്കറ്റാണ്. അതിലെങ്ങനെ പോയാൽ മീനും ഇറച്ചിക്കുള്ള മാർക്കറ്റ് ഇങ്ങനെ പോവാം. ഇത് കോഴിക്കടയാണ്. ഇവിടെ മീൻ മാർക്കറ്റ്. ഇതാണ് നമ്മുടെ മീൻ മാർക്കറ്റ്. മീൻ മാർക്കറ്റിൽ അധികം പോകണില്ല. കുറേ മീൻ കച്ചവടം ഉണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ മീൻ മാർക്കറ്റാണ്. ഇതാണ് മീൻ മാർക്കറ്റ്. ഇങ്ങനെയുണ്ട് കേട്ടോ. എല്ലാ ഐറ്റം മീനും കിട്ടും. മീൻ മാർക്കറ്റ് മീനിങ്ങനെ വെട്ടിക്കൊണ്ട്. ഇത് നമ്മളെ കാക്കാൻ്റെ മീൻ മാർക്കറ്റാണ്. ഇതാ മൂപ്പര കട കേട്ടത്. എല്ലാ ഐറ്റം മീനും കിട്ടും. എന്താ മുരിയാക്കാൻ്റെ മീൻ കട. ഇത് മീൻ മാർക്കറ്റ്. ഇത് നമ്മളെ കോഴി മാർക്കറ്റ് കേട്ടോ. കോഴിയും ഇറച്ചിയുള്ള മാർക്കറ്റ്. ഇത് ഇറച്ചി മാർക്കറ്റാണ്.
അല്ലേ ഇറച്ചിക്കടകളാണ്. കോഴി മാർക്കറ്റാണ്. ആട് മാർക്കറ്റ്. ആട് ഈ തലക്കൊക്കെ വരുമ്പോൾ ആടും കോഴിയൊക്കെ ഉണ്ട്. എല്ലാ ഐറ്റം കിട്ടും. നമ്മളെ KNS ആട്ടോ, മലപ്പുറോടുമുള്ള KNS പച്ചക്കറി അല്ലേ. പച്ചക്കറി അനീഫ നമ്മൾ അനീഫുണ്ട്. എന്താ പറയുക, പച്ചക്കറി ഏകദേശം കഴിഞ്ഞു. തിരക്കാണ്. എന്താ അത് മെയിൻ പണിക്കാനാട്ടോ. ഇവിടെ എല്ലാ കാര്യങ്ങളും KNSത്തെ മെയിൻ പണിക്കാനാണ്. എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ്. സാധനം ഏകദേശം കഴിഞ്ഞു. നമ്മളെ ഏറ്റവും പഴയ ആളാണ് ഇവിടുത്തെ KNSത്തെ മമ്മൂട്ടി. 7 വയസ്സായിക്കൊണ്ട് കണ്ട അപ്പോഴും 40 വയസ്സ് വന്നോളൂ. നിലമ്പൂർ ഭാഗത്തേക്കുള്ള പച്ചക്കറിയൊക്കെ കൊണ്ടുപോകുന്ന ആളാട്ടോ നമ്മളെ ബാബു. വാ നിങ്ങൾ നിലമ്പൂർ ഭാഗത്തേക്ക് പച്ചക്കറി വൈക്കട ഒക്കെ അല്ലേ. അപ്പോൾ ഈ വണ്ടിയിലെ കയറ്റി പോകണ്ടോ. ഇത് ഫുള്ള് ലോഡാക്കി പോവാണ്. ഇവിടുന്ന് കൊണ്ടുപോയിട്ട് എല്ലാ സ്ഥലത്തേക്കും സപ്ലൈ ചെയ്യട്ടോ. ബാബുവിൻ്റെ പണി ഇതാണ്. ബാബുവിൻ്റെ വണ്ടി അപ്പോൾ ഏകദേശം ലോഡായിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ സിയാബിൻ്റെ പായക്കൊലക്കട. അപ്പോൾ അങ്ങനെ ബനാന പോയിന്റ് പായക്കൊലക്കടൻ്റെ പേര്. മൈസൂർ പായ, നേന്ത്രപ്പായ എല്ലാം ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയിൽ വൃത്തിയിൽ ഇങ്ങനെ തൂക്കിയിട്ട് വെച്ചു കേട്ടോ. ഞാലിപ്പൂനും ഉണ്ട്. എല്ലാം ഉണ്ട് അല്ലേ. അപ്പൊ നമ്മളെ മാർക്കറ്റിന്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടില്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതിലേക്കും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ആക്കി വെക്കുക. അപ്പൊ നമ്മൾ വീഡിയോ നിർത്തട്ടോ. അപ്പൊ ഇതിൽ നല്ലൊരു കിടിലൻ വീഡിയോ ആയി വരുന്നവരേക്കും ഗുഡ് ബൈ.